ഇപ്പോൾ വിശുദ്ധ പാപങ്ങളുടെ ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകം സംഭവിച്ചത് അത് വായിച്ചവർക്കറിയാം. അതിൽ നമ്മളൊരു പത്രത്തിൻ്റെ ഒരു ഫീച്ചറിന് വേണ്ടിയുള്ള യാത്രയാണ് അവസാനം ആ പുസ്തകമായിട്ട് മാറുന്നത്. ഈ കർണാടകയിൽ ഡാൻസ് ബാറുകൾ, മംഗലാപുരത്ത് ഡാൻസ് ബാറുകൾ നിരോധിച്ചപ്പോൾ ആ ഡാൻസ് ബാറിലുണ്ടായിരുന്ന സ്ത്രീകൾ എന്തു ചെയ്യുന്നു എന്നുള്ളൊരു അന്വേഷണമാണ് യഥാർത്ഥത്തിൽ പിന്നീട് വിശുദ്ധ പാപങ്ങളുടെ ഇന്ത്യയായിട്ട് മാറുന്നത്. ആ സ്ത്രീകൾ ലൈംഗിക തൊഴിലാളികളായിട്ട് ഹോട്ടലുകളിലൊക്കെ കഴിയുകയാണ് എന്നറിഞ്ഞപ്പോൾ അവർ നേരിൽ പോയി കാണാൻ പോകുമ്പോഴും ആ യാത്ര തുടങ്ങുമ്പോഴും നമ്മുടെ ഉദ്ദേശത്തിൽ അതൊരു പത്രത്തിനൊരു ഫീച്ചർ അല്ലെങ്കിൽ പത്രത്തിനൊരു വാർത്ത എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ എത്തുമ്പോൾ അവരാണ് പറയുന്നത്, അവർ അവിടെ പരിചയപ്പെട്ട ഒരു സുമ എന്ന് പേര് പറഞ്ഞ ഒരു സ്ത്രീയാണ് പറയുന്നത്, അവർ ദാവൻകരയിൽ ദേവദാസിയായിരുന്നു, അവിടുന്ന് പിന്നീട് ഇവിടെ മംഗലാപുരത്ത് എത്തിപ്പെട്ടതാണെന്നൊക്കെ അവർ പറയുമ്പോൾ അപ്പോൾ ഉണ്ടാകുന്നൊരു കൗതുകം, എങ്ങനെ ഈ ദേവദാസി സമ്പ്രദായം ഇപ്പോഴും നടക്കുന്നു എന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആർക്കും ഉണ്ടാകുന്നൊരു കൗതുകം. ഇത് 2007-08 ആ സമയത്താണ് ഈ യാത്ര സംഭവിക്കുന്നത്. അപ്പോൾ ആ കാലത്ത് ഈ ദേവദാസി സമ്പ്രദായം ഉണ്ടെന്ന് കേൾക്കുമ്പോൾ ഒരു മലയാളിക്ക് ഉണ്ടാകുന്നൊരു ഒരു നിന്നാണ് പിന്നീട് നമ്മൾ ദാവൻകരയിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ അപ്പോഴും നമുക്കതൊരു പുസ്തകമാക്കണം എന്നുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. നമ്മുടെ ലക്ഷ്യം അതൊരു സമഗ്രമായൊരു ഫീച്ചറാക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ആ യാത്രയിൽ പിന്നെ അവിടെ നിന്ന് കിട്ടിയ വിവരം അനുസരിച്ചിട്ട് ദാവൻകരയിലെത്തി, ദാവൻകരയിൽ നിന്ന് കിട്ടിയ വിവരം അനുസരിച്ചിട്ട് ഹർപ്പനഹള്ളിയിൽ കുറേ സ്ത്രീകൾ ദേവദാസി വിമോചന മുന്നണി എന്ന് പറഞ്ഞിട്ട് ഈ സമ്പ്രദായത്തിനെതിരായ ഒരു പോരാട്ടം നടത്തുന്നുണ്ടെന്ന് അറിയുന്നു. അപ്പോൾ അവരെ കൂടി പത്രത്തിൽ പരിചയപ്പെടുത്തിയാൽ നന്നാവുമെന്ന് തോന്നി അങ്ങോട്ട് പോകുന്നു. അപ്പോൾ ഈ ആന്ധ്രാപ്രദേശിൽ ഇങ്ങനത്തെ പണ്ടത്തെ ദേവദാസി സമ്പ്രദായം, കലാവന്തൂർ സമ്പ്രദായം ഉണ്ടായിരുന്നു എന്ന് കേൾക്കുമ്പോൾ അങ്ങോട്ട് പോകുന്നു. അവിടെ നിന്ന് കുറേ പെൺകുട്ടികളെ സോനാഗച്ചിയിലേക്ക് കയറ്റി അയച്ചിട്ടുണ്ടായിരുന്നു എന്ന് കേൾക്കുമ്പോൾ സോനാഗച്ചിയിലേക്ക് പോകുന്നു. അപ്പോൾ അങ്ങനെ കുറേ വിവരങ്ങൾ കിട്ടുന്നതിനനുസരിച്ചുള്ള യാത്രകൾ മുന്നോട്ട് പോയപ്പോഴാണ്, യാത്രകൾ വീണ്ടും നടത്തേണ്ടി വന്നപ്പോഴാണ് ഇതൊരു പുസ്തകത്തിനുള്ള സാധ്യത അവിടെ മനസ്സിലാവുന്നത്, അല്ലെങ്കിൽ ഒരു പുസ്തകമായിട്ട് അവതരിപ്പിക്കുന്നതായിരിക്കും ഭംഗിയെന്ന് അപ്പോഴാണ് മനസ്സിലാവുന്നത്. അങ്ങനെയാണ് പുസ്തകം സംഭവിക്കുന്നത്. സത്യത്തിൽ ആ പുസ്തകത്തിൽ നിങ്ങൾ നോക്കിയാലും അറിയാം, ആ പുസ്തകത്തിലോ അല്ലെങ്കിൽ മതപ്പാടുകളിലോ നോക്കിയാലും അറിയാം, അതിൽ സാഹിത്യം തീരെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ ആ ഉള്ളടക്കത്തിനാണ് നമ്മൾ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ യാത്രാവിവരണം എന്ന് പറയുമ്പോൾ തന്നെ പലരും ചോദിക്കാറുണ്ട്, ഇത് യാത്രാവിവരണമായിരുന്നു. യാത്രാവിവരണത്തിന് അവാർഡ് കിട്ടിയപ്പോൾ, സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയപ്പോൾ പലരും ആദ്യം ചോദിച്ച ചോദ്യം ഇത് യാത്രാവിവരണമായിരുന്നോ എന്നാണ്. കാരണം അങ്ങനെ ചോദിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പരമ്പരാഗതമായി കണ്ട് ശീലിച്ച യാത്രാവിവരണങ്ങളിലുള്ള കാര്യങ്ങളല്ല ഇതിലുണ്ടായിരുന്നത്. ഇതിൽ ജീവിതങ്ങളിലേക്കുള്ള യാത്രയായിരുന്നു, അല്ലെങ്കിൽ ആ ജീവിതങ്ങളെ കേൾക്കുകയായിരുന്നു ചെയ്തത്. ഇത് യാത്രാവിവരണം എന്ന് പറഞ്ഞിട്ടല്ല നമ്മൾ പ്രസാധകരെ ഏൽപ്പിക്കുന്നത്. പ്രസാധകർ അതിന് യാത്രാവിവരണം ഒരു ടൈറ്റിലിൽ പെടുത്തി, ആ ഒരു കാറ്റഗറി പെടുത്തിയതുകൊണ്ടാണ് സത്യത്തിൽ യാത്രാവിവരണത്തിനുള്ള അവാർഡ് കിട്ടിയതെന്നാണ് ഞാൻ